ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. ബ്ലഡ് റിലേഷൻ അതിപ്പോ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ചില സമയത്ത് പ്രിലിംസിലും ഇത് നമ്മളുടെ സമയം കളയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയിൻസിന്റെ കാര്യമോ അല്ലെ? ബ്ലഡ് റിലേഷൻ ഒറ്റയ്ക്കായിരിക്കില്ല മെയിൻസിൽ ചോദിക്കുക. പസിൽസോടെ ജോയിൻ ചെയ്തിട്ടാണ് ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള പസിൽസ് ചോദിക്കുന്നത്. അപ്പൊ ഒരുപാട് ആസ്പിറൻസിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള പസിൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ട് എത്തിയിരിക്കുന്നത്. ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തന്നെ പസിൽ എന്ന് പറയുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ പസിൽസ് നമുക്ക് ഈസി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കണ്ടീഷൻസ് എഴുതുന്ന രീതി, നമ്മളിപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മളുടെ ബ്രെയിനെ കൺഫ്യൂസ് ആക്കാത്ത രീതിയിൽ കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാൽ തന്നെ പസിൽസിന്റെ ഒരു 50%. ഇപ്പൊ ബ്ലഡ് റിലേഷൻ പസിൽ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബ്ലഡ് റിലേഷൻ പസിൽസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. നമ്മൾ ബേസ് മുതൽ പഠിപ്പിക്കുന്ന ഉടനെ അടുത്ത ബാച്ച് ഉണ്ടോ എന്ന് ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്. യെസ്, നമുക്ക് ബേസ് ടു അഡ്വാൻസ് എന്ന ലെവലിൽ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ബാച്ചാണ് IBPS PO ആൻഡ് ക്ലർക്ക് ബാച്ച്. 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കവർ ചെയ്ത് ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 2026 ഇനി വരാനുള്ള കംപ്ലീറ്റ് എക്സാംസും ഈ ഒരു ബാച്ചിലൂടെ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ജനുവരി 30 RRB ക്ലർക്കിന്റെ മെയിൻസ് വരുന്നത്. അന്ന് വരെയും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 2026 വരുന്ന ഇപ്പൊ IBPS PO ആൻഡ് IBPS ക്ലർക്ക് എന്ന് പറഞ്ഞാലും എല്ലാത്തിന്റെയും സിലബസ്, കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെ സിലബസ് സെയിം ആണ്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ തന്നെ കംപ്ലീറ്റ് എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ബാച്ച് ഉണ്ടോ എന്ന് ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്. യെസ്, ഓഫ്ലൈൻ ബാച്ച് ഉണ്ട്. നമുക്ക് കോഴിക്കോട് മാത്രമാണ് ഓഫ്ലൈൻ ബാച്ച് ഉള്ളത്. നമ്മൾ തന്നെയാണ് ഓൺലൈൻ ഫാക്കൽറ്റിയായി നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് ഓഫ്ലൈനിലും ക്ലാസ്സസ് എടുക്കുന്നത്. പക്ഷേ നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമുക്ക് ബേസ് ടു അഡ്വാൻസ് എന്ന ലെവലിൽ തന്നെ റെഗുലർ ബാച്ചാണ്. 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കവർ ചെയ്ത് ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഓഫ്ലൈൻ ബാച്ചിലൂടെയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയും എന്റെ ടെലഗ്രാം ചാനൽ ഏതാണെന്ന് ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്. റീസണിംഗ് വിത്ത് അഞ്ജു എന്നാണ് എന്റെ ടെലഗ്രാം ചാനൽ. നിങ്ങൾ ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസണിംഗ് വിത്ത് അഞ്ജു എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ബാങ്കിങ് റിലേറ്റഡ് നമ്മുടെ എന്റെ സബ്ജക്റ്റായ റീസണിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിനും ഒക്കെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം നിങ്ങൾ സ്വയമേ അതൊന്ന് ചെയ്തു നോക്കണം. തനിയെ നിങ്ങൾ അതൊന്ന് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചിന്തിച്ച രീതി എന്താണെന്നൊക്കെ സ്വയം നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ തനിയെ ഇതൊന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കുന്നതിന് മുന്നേ ഒന്ന് പോസ് ചെയ്യുക, തനിയെ ചെയ്യാം. കിട്ടിയില്ലെങ്കിലും സാരമില്ല, പക്ഷെ നിങ്ങൾ സ്റ്റക്കായി പോയ പോയിന്റ് എവിടെയാണെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പിന്നെ എന്റെ എക്സ്പ്ലനേഷനോടെ കേട്ട് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്കത് ഓക്കെ ആകും. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, നമുക്ക് ക്ഷമയുണ്ടാകണം. മെയിൻസ് ലെവൽ പസിൽസ് ചെയ്യുമ്പോൾ ഓരോ സെന്റൻസും വായിച്ച് കണ്ടീഷൻസ് നോട്ട് ചെയ്ത് മെർജ് ചെയ്ത് ആൻസറിലേക്ക് എത്താനുള്ളൊരു ക്ഷമയുണ്ടായിരിക്കണം. നോക്കാം, ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് 11 persons ഫ്രം 3 generation. ടോട്ടൽ 11 person ആണ്. എത്ര ജനറേഷൻ ആണ്? 3 generation ആണ്. ആൻഡ് ദേ ആർ സിറ്റിംഗ് ഇൻ എ ലീനിയർ റോ. ഒരു ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. എല്ലാവരുടെയും ഡയറക്ഷൻ നോർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഫാമിലിയിൽ 11 പേഴ്സണും ഉണ്ട്. അവരുടെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റും കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ ക്വസ്റ്റ്യനാ. ബ്ലഡ് റിലേഷനും ഉണ്ട്. ബ്ലഡ് റിലേഷൻ ഒറ്റയ്ക്കല്ല വന്നേക്കുന്നത്, ബ്ലഡ് റിലേഷനും സീറ്റിംഗ് അറേഞ്ച്മെന്റും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇനി there are only 4 married couples in the family. ഇവിടെ ടോട്ടൽ എത്ര കപ്പിൾസ് ഉണ്ട്? 4 കപ്പിൾസ് ആണുള്ളത്. ഞാൻ എപ്പോഴും പറയും, ബ്ലഡ് റിലേഷനകത്തിൽ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, കപ്പിൾസിനെ പറയുന്നുണ്ടെങ്കിൽ അവർ എത്ര കപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മെയിൽ ഉണ്ട്, എത്ര ഫീമെയിൽ ഉണ്ട്, എത്ര ജനറേഷൻ ഉണ്ട്, സിംഗിൾ പാരന്റ് ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ പറയുന്ന കണ്ടീഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ അത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. either both or none of the parents are alive. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിംഗിൾ പാരന്റ് ഇല്ല. അതായത് ഇപ്പോ എ എന്ന് പറയുന്നത് ബിയുടെ പേരന്റ് ആണെങ്കിൽ എക്ക്
ഇപ്പം എ പേരന്റ് ആണെങ്കിൽ ഇവര് കപ്പിൾ, അല്ലെങ്കിൽ എ ഫാദർ ആണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടായിരിക്കണം? മദർ ഉണ്ടായിരിക്കണം. കാരണം സിംഗിൾ പേരന്റ് പറ്റത്തില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ബേസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് എച്ച് ഹു ഈസ് എ മാരീഡ് മാൻ സിറ്റ്സ് അറ്റ് വൺ ഓഫ് ദി എൻഡ് ഓഫ് ദി റോ. അതായത് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് എച്ച് കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ്, ആള് ഈ റോയുടെ എൻഡിലായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 2 കണ്ടീഷൻസ് ആണ്. അതായത് ഒന്ന് ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷനും ഒന്നെന്ന് പറയുന്നത് എന്താ? നമ്മളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷനും. അപ്പൊ നമ്മൾ കണ്ടീഷൻസ് എഴുതുന്ന സമയത്ത് രണ്ടും രണ്ടാക്കി തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം എല്ലായ്പ്പോഴും. അപ്പൊ നോക്കിക്കേ, നമുക്ക് ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷനും ഉണ്ട്, അതേപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കണ്ടീഷനും ഉണ്ട്. അപ്പൊ ബ്ലഡ് റിലേഷനകത്തില് എച്ച് എന്ന് പറയുന്നത് ഒരു മാരീഡ് പേഴ്സണാ, നമുക്കറിയില്ല ആള് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന്. പിന്നെ ഇവിടെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ എഴുതാം എച്ച് എന്ന് പറയുന്നത് എൻഡിലാ. അപ്പൊ 2 കണ്ടീഷൻസും 2 ആയിട്ട് എഴുതിയാൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കൂടുതലും മെയിൻസിന്റെ പസിൽസ് ബുദ്ധിമുട്ട് വരുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങൾക്ക് കണ്ടീഷൻസ് എഴുതാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കണ്ടീഷൻസ് എഴുതും, അതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി കണ്ടീഷൻസിലേക്ക് കടക്കാം. ഡി സിറ്റ്സ് 2 places away from എച്ച്. അപ്പൊ ശരിക്കും പറഞ്ഞ എച്ചിനെ കണക്ട് ചെയ്തിട്ടാണ് അടുത്ത കണ്ടീഷൻ വന്നേക്കുന്നത്. എച്ച് എൻഡിലാന്ന് പറഞ്ഞു, ടോട്ടൽ 11 പേഴ്സണാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാൽ ഇവിടെ എച്ചിനെ കണക്ട് ചെയ്തിട്ട് തന്നെ അടുത്ത കണ്ടീഷൻ വന്നതുകൊണ്ട് ഒരേ സമയം 2 പോസിബിലിറ്റി കൊടുക്കാം. ഒരു പോസിബിലിറ്റിയിൽ എച്ചിനെ ലെഫ്റ്റ് എൻഡിൽ കൊടുത്തു, ഒരു പോസിബിലിറ്റിയിൽ എച്ചിനെ റൈറ്റ് എൻഡിൽ കൊടുത്തു. ഓക്കെ, 2 places away എന്ന് പറയുമ്പോൾ എച്ചിനും ഡിക്കും ഇടയിൽ 1 ഗ്യാപ്പ് വരുന്നത്. 2 places away എന്ന് പറയുമ്പോൾ എച്ചിനും ഡിക്കും ഇടയിൽ 2 അല്ല, 1 ഗ്യാപ്പാണ് വരുന്നത്. ഓക്കെ ആണേ, സെറ്റ്. ഇനി ജി ഹു ഈസ് മാരീഡ് ടു ഡി. ജി കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് ഡി. അപ്പോ അത് ബ്ലഡ് റിലേഷന്റെ കണ്ടീഷനാണ്, അതിന് നേരെ താഴെ എഴുതുക. ഡി, ജി ഹു ഈസ് മാരീഡ് ടു ഡി സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ആരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ജിയുടെ കാര്യമാണ്. ജി ഡി എ ആണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി, ജിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ജി ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. അപ്പൊ ഇവിടെ കൊടുത്തു ഒരേ സമയം 2 പോസിബിലിറ്റി. ഇവിടെ ഇപ്പൊ 2, 4, അടുത്തത് 6, 8, 10, 11 പേഴ്സൺ. ഇവിടെ ഇപ്പൊ 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഡയറക്ഷൻ നോർത്ത് ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഡയറക്ഷൻ മാർക്ക് ചെയ്യാത്തത്. എല്ലാവരുടെയും നോർത്ത് ആണെങ്കിൽ നമുക്കത് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. ഡയറക്ഷൻ ഇട്ട് സമയം കളയേണ്ട കാര്യം ഇല്ല. ഇവിടെ എല്ലാവരും ഏത് ഡയറക്ഷനാ? നോർത്ത് ഡയറക്ഷനിലേക്ക് ആണ്. 1 person between G and her only grandson. ശ്രദ്ധിച്ചോണേ, ജിക്കും ജിയുടെ only grandson. അപ്പൊ ജി എന്തായാലും ജിക്ക് ഒരു ഗ്രാൻഡ് ഉണ്ട് എന്ന് മനസ്സിലായി. ഞാൻ കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോ. അപ്പൊ ജി ഫസ്റ്റ് ജനറേഷനാ വരിക. ജിയും ജിയുടെ only grandson ഇടയിൽ 1 പേഴ്സണേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഗ്രാൻഡ് ആരാണെന്ന് അറിയത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിമ്പൽ മാർക്ക് ചെയ്തിട്ട് ജി ഒരു ഗ്യാപ്പിൽ അറ്റെന്ന് കൊടുക്കാം. പക്ഷെ ഒത്തിരി സിമ്പലായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സെന്റൻസ് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. പക്ഷേ സ്കിപ്പ് ചെയ്തു എന്ന ബോധം എക്സാമിന് ഉറപ്പായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്കിങ്ങനെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്നറിയോ? കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ചിലപ്പോൾ ബ്ലഡ് റിലേഷന്റെ രീതിയായിരിക്കും, മീൻസ് ബ്ലഡ് റിലേഷന്റെ കംപ്ലീറ്റ് ആയിരിക്കും ആദ്യം കിട്ടുക, ചിലപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോയാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ആൻസറിലേക്ക് എത്തുക. അപ്പൊ ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ചില കണ്ടീഷൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് താഴോട്ടുള്ളത് വായിക്കുക. ഓക്കെ, അടുത്തത് 1 person sit between G's daughter and G's grandson. നോക്കിക്കേ, ജിയുടെ ഡോട്ടറും, അപ്പൊ ജിക്ക് ഒരു ഡോട്ടർ ഉണ്ട്. അപ്പൊ ജിക്ക് ഒരു ഡോട്ടർ ഉണ്ട് എന്ന് കരുതി ഇവിടെയാണ് ഡോട്ടർ എന്ന് ഡയറക്ട്ലി കൊടുക്കരുത്. ചിലപ്പോൾ ആ ആൾക്കൊരു മകൻ ഇല്ലെങ്കിലോ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി. only 1 person sit between G's daughter. പക്ഷെ ജിയുടെ ഡോട്ടർ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല, ഗ്രാൻഡ് സൺ ആരാണെന്നും അറിയത്തില്ല. 1 person sit between G's daughter and G's grandson. അപ്പൊ ജിക്ക് ഒരേ ഒരു ഗ്രാൻഡ് സണ്ണേ ഉള്ളൂ. അപ്പൊ ജിയുടെ മകളും ജിയുടെ ഗ്രാൻഡ് സണ്ണും ഇടയിൽ 1 പേഴ്സൺ. അത് കണ്ടീഷൻ മാർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഡോട്ടറിനെ അറിയത്തില്ല, ഗ്രാൻഡ് സണ്ണിനെ അറിയത്തില്ല. അതുകൊണ്ട് ആ കണ്ടീഷൻ ഞാൻ സ്കിപ്പ് ചെയ്തു എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് നോക്കിക്കേ,
ജെ ഇസ് ദി ഹസ്ബൻഡ് ഓഫ് സി. അപ്പൊ ഞാനത് ഇവിടെ കൊടുക്കാണ്. ജെ എന്ന് പറയുന്നത് സിയുടെ ഹസ്ബൻഡ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി സി വൈഫായി. ആൻഡ് സിറ്റ്സ് സെക്കൻഡ് ഫ്രം വൺ ഓഫ് ദി എൻഡ്. ആരുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്? ആൻഡ് സിറ്റ്സ് ഫ്രം. നമുക്കൊരു ഡൗട്ട് വരും, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിയുടെ കാര്യമാണോ? അങ്ങനല്ല. ഒരു സെന്റൻസിനകത്തിലെ രണ്ടാൾക്കാരെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡാ, അല്ലെ? ഹൂവോ വിച്ചോ ഒക്കെ ആയിരുന്നെങ്കിലാണ് നമ്മൾ സിയുടെ കാര്യം പറയുക. അപ്പൊ ഇവിടെ ജിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ജെ സിയുടെ ഹസ്ബൻഡ് ആണ്. ജെ സെക്കൻഡ് ഫ്രം വൺ ഓഫ് ദി എൻഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെയും വേണമെങ്കിൽ വരാം, ഇവിടെ ഇനിയും പറ്റത്തില്ല. അപ്പൊ 100% ഉറപ്പിച്ചോ? ഈ പോസിബിലിറ്റിയിൽ ജെ സെക്കൻഡ് ഫ്രം ദി എൻഡ് ഇവിടുത്തെ കേസിൽ ഇവിടെയും വരാം, ഇവിടെയും വരാം. അത് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഇവിടുത്തെ കേസിൽ ജി ആയതുകൊണ്ട് ഇനി സെക്കൻഡ് ഫ്രം ദി റൈറ്റ് എൻഡ് പറ്റില്ല. നോക്കാം. ആസ് മെനി പേഴ്സൺ സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് ജെ ആസ് ടു ദി റൈറ്റ് ഓഫ് കെ സിസ്റ്റർ. ജെയുടെ ലെഫ്റ്റിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാർ കെയുടെ സിസ്റ്ററിന്റെ റൈറ്റിലുണ്ട്. അപ്പൊ കെയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പായി. പക്ഷെ കെയുടെ സിസ്റ്റർ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. കെയുടെ സിസ്റ്റർ ആരാണെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല? അറിയത്തില്ല. അതും സ്കിപ്പ് ചെയ്തു, താഴോട്ട് വായിക്കുക. ഒന്നുകിൽ കംപ്ലീറ്റ്ലി ബ്ലഡ് റിലേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. J is neither from third generation nor sits adjacent to D. J എന്ന് പറയുന്നത് തേർഡ് ജനറേഷനിലല്ല. ജെ ഈസ് നൈദർ ഫ്രം ദി തേർഡ് ജനറേഷൻ നോർ സിറ്റ്സ് അഡ്ജസന്റ് ടു ഡി. ജെ എവിടെ വരത്തില്ല? ഡിയുടെ കൂടെ വരത്തില്ല. അപ്പൊ പിന്നെ ജെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഈ പോസിബിലിറ്റിയിൽ. അപ്പൊ പിന്നെ ഈ പോസിബിലിറ്റിയിൽ ജെ എവിടെ വരാൻ പാടില്ല? ജെ തേർഡ് ജനറേഷൻ ആകാനായിട്ട് പാടില്ല. ബാക്കി നോക്കിക്കേ. ഇ ഇസ് ദി മദർ ഓഫ് ഐ ആൻഡ് സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ജെസ് വൈഫ്. ജെയുടെ വൈഫ് സി ആണെന്ന് തൊട്ട് മുന്നേ കിട്ടിയിട്ടുണ്ട്. ഈ സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ജെസ് വൈഫ്. അപ്പൊ ജെയുടെ വൈഫ് എന്ന് പറയുന്ന സി ആണ്. സിയുടെ തേർഡ് ടു റൈറ്റിലാണ് ഇ. ആൻഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇ ഇസ് ദി മദർ ഓഫ് ഐ. അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് ഇവിടെ കൊടുക്കുക. ഇ എന്ന് പറയുന്നത് ഐയുടെ മദർ ആണ്. കൊടുത്തു. E is the mother of I and sits third to the right of J's wife. B is the grandson of F. Okay, B is the grandson of F. അപ്പൊ നമുക്കത് സെപ്പറേറ്റ് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. എഫിന്റെ ഗ്രാൻഡ് സൺ ആണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. ഇതെല്ലാം സെപ്പറേറ്റ് കൊടുക്കണം. ലാസ്റ്റ് എല്ലാം കൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ബിയുടെ ഗ്രാൻഡ് സൺ ആണ്. ബി ഇസ് ദി ഗ്രാൻഡ് സൺ ഓഫ് എഫ്. ബി എന്ന് പറയുന്നത് എഫിന്റെ ഗ്രാൻഡ് സൺ ആണ്. എഫ് ഹു ഈസ് ദി ബ്രദർ ഇൻ ലോ ഓഫ് ഡി. സെറ്റ്. എഫ് എന്ന് പറയുന്നത് ഡിയുടെ ബ്രദർ ഇൻ ലോയാ. അപ്പൊ ഡിയുടെ ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡി കല്യാണം കഴിച്ചിരിക്കുന്ന ആളുടെ സിബ്ലിംഗ് എഫ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ഡിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ ആള് കല്യാണം കഴിച്ചിരിക്കുന്ന ആളും എഫ് വരാം. രണ്ട് പോസിബിലിറ്റിയാണ് എല്ലായ്പ്പോഴും ബ്രദർ ഇൻ ലോ സിസ്റ്റർ ഇൻ ലോ. ചാടിക്കയറി ആദ്യം കൊടുക്കരുത്, അത് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കി E and F's only grandson are immediate neighbors. ഇയുടെയും എഫിന്റെ ഒരേ ഒരു ഗ്രാൻഡ് സൺ ആരാ? ബിയാ. അപ്പൊ ഇയും ബിയും എന്താന്നാ പറഞ്ഞേക്കുന്നത്? നെയ്ബേഴ്സാ. അപ്പൊ ഇയുടെ അടുത്ത് ആര് വരണം? ബി വരണം. കണ്ടോ? അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് എല്ലാം കൊടുത്ത് പോകുക. A is the mother-in-law of J. നോക്കിക്കേ, A is the mother-in-law of J. A എന്ന് പറയുന്നത് ജെയുടെ മദർ-ഇൻ-ലോ എന്ന് പറഞ്ഞാൽ സിയുടെ കുട്ടിയായിരിക്കും. അപ്പം എ, കാരണം ജെയുടെ വൈഫാ സി. അപ്പം ജെയുടെ മദർ-ഇൻ-ലോ ആണ് എ എന്ന് പറയുമ്പോ സിയുടെ അമ്മയാണ് ആര് വരുന്നത്? എ വരുന്നത്. ഓക്കെ ആണേ. K is the only grandson of A's sister-in-law. അപ്പൊ എയ്ക്ക് ഒരു സിസ്റ്റർ-ഇൻ-ലോ ഉണ്ട്. നോക്കിക്കേ, K is the only grandson of A's sister-in-law. അപ്പൊ കെയുടെ ജെൻഡർ മനസ്സിലായി, ഗ്രാൻഡ് ആണ്, മെയിലാണ്. നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്യുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. ഒന്നും കൂടെ വായിച്ചാൽ മതി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. അപ്പോൾ സ്കിപ്പ് ചെയ്ത സെന്റൻസ് ആണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആസ് മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ജെസ് ഫാദർ ഇൻ ലോ ആൻഡ് ജി സിസ്റ്റർ ഇൻ ലോ ആസ് ബിറ്റ്വീൻ ജെസ് സൺ ആൻഡ് ഡീസ് ബ്രദർ ഇൻ ലോ. ഇവരെ ആരെ നമുക്കറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസസ് നമ്മൾ സ്കിപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് നോക്കി, ജെയുടെ ഫാദർ ഇൻ ലോ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ജിക്ക് ഒരു സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, പിന്നെ ജെയ്ക്ക് ഒരു സൺ ഉണ്ട്. അപ്പൊ അത് വേണേ മാർക്ക് ചെയ്യാം. ജെയ്ക്ക് ഒരു സൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലായി,
ഇവര് ഫസ്റ്റ് ജനറേഷൻ, ഇവര് സെക്കൻഡ് ജനറേഷൻ, ഇത് തേർഡ് ജനറേഷൻ. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, വേണ്ട ഈ ആളും ഫസ്റ്റ് ജനറേഷനാ. അപ്പൊ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ജെ എന്തായാലും തേർഡ് ജനറേഷൻ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെയാണ്. എ ആൻഡ് ഡി ആർ നോട്ട് സിബ്ലിങ്സ്. എയും ഡിയും എന്തല്ല? സിബ്ലിങ്സ് അല്ല. എയും ഡിയും സിബ്ലിങ്സ് അല്ല. അപ്പം നിങ്ങൾ ഒന്ന് നോക്കിക്കേ, വേണ്ട ഇവിടെ ഒരു ബ്രദർ ഇൻ ലോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജീസസ് സിസ്റ്റർ ഇൻ ലോ. അപ്പൊ നമുക്ക് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട്, ഉള്ള ബ്ലഡ് റിലേഷനിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലഡ് റിലേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഇവിടെ സിംഗിൾ പാരന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സിംഗിൾ പാരന്റ് ഇല്ല, 4 കപ്പിൾസ് ആണ്, 3 ജനറേഷനാ. അപ്പൊ തന്നെ ഫസ്റ്റ് ജനറേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിക്കേ. എ ഫസ്റ്റ് ജനറേഷനാ, എഫ് ഫസ്റ്റ് ജനറേഷനാ, ജിയും ഡിയും ഫസ്റ്റ് ജനറേഷനാ. ഒന്ന് നോക്കിക്കേ. അപ്പൊ ജിയും ഡിയും ഓൾറെഡി കപ്പിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും എനിക്ക് കപ്പിൾസ് ആക്കാം, കാരണം സിംഗിൾ പാരന്റ് ഇല്ല. അത് മാത്രമല്ല ഒരു കാര്യം നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇവര് സിംഗിൾ പാരന്റ് ഇല്ല എന്നും അതേപോലെ തന്നെ ജെ തേർഡ് ജനറേഷനിൽ വരത്തില്ല എന്നും. അപ്പൊ നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. 4 കപ്പിൾസും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും 4 കപ്പിൾസേ വന്നിട്ടേ പറ്റുള്ളൂ. അപ്പൊ ജിയും ഡിയും ഫസ്റ്റ് ജനറേഷൻ. അപ്പൊ ഈ ആൾക്കൊരു ഗ്രാൻഡ് സൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ജീസ് സിസ്റ്റർ ഇൻ ലോ. ജിക്ക് അപ്പൊ ഒരു സിസ്റ്റർ ഇൻ ലോ എന്തായാലും വന്നേ പറ്റുള്ളൂ. ജിക്ക് സിസ്റ്റർ ഇൻ ലോ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എയും ഡിയും സിബ്ലിങ്സ് അല്ല, സെറ്റ്. നോക്കിക്കേ, എയും ഡിയും സിബ്ലിംഗ് അല്ല. അപ്പൊ പിന്നെ ജി എന്ന് പറയുന്നത് ജിക്ക് ഒരു സിസ്റ്റർ ഇൻ ലോ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ ജിയുടെ ജെൻഡർ എന്താണെന്ന് നമുക്ക് അറിയില്ല അല്ലെ. ജീസ് സിസ്റ്റർ ഇൻ ലോ ആസ് ബിറ്റ്വീൻ ജെ. ജിയുടെ സിസ്റ്റർ ഇൻ ലോ നമുക്കറിയില്ല. ആൻഡ് ഡീസ് ബ്രദർ ഇൻ ലോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ ഒന്ന് ഫസ്റ്റ് ജനറേഷനിലേക്ക് എടുക്കാം, എന്നിട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ. ഇപ്പൊ സപ്പോസ് ഡിയും ജിയും കപ്പിൾസ് ആണ്. ഓക്കെ, ഇനി ജിക്ക് ഒരു സിസ്റ്റർ ഇൻ ലോ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജിക്ക് സിസ്റ്റർ ഇൻ ലോ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ എ ആണ് ഫീമെയിൽ, എഫ് മെയിൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ എയും ഡിയും സിബ്ലിങ്സ് അല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. എയും ഡിയും സിബ്ലിങ്സ് അല്ല, പക്ഷെ ജിക്ക് സിബ്ലിംഗ് വരാലോ, അങ്ങനെ വേണേ വരാലോ അല്ലെ. എന്തായാലും 4 കപ്പിൾസ് ആണ്, ഇവരാണ് ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത്. അപ്പൊ സിസ്റ്റർ ഇൻ ലോ എന്തായാലും ജിക്ക് ഉണ്ട്. അപ്പൊ ജിക്ക് ഒരു സിസ്റ്റർ ഇൻ ലോ ഉണ്ടെങ്കിൽ ജിയുടെ ബ്രദറെ കല്യാണം കഴിച്ചിരിക്കുന്ന ആള് വരാലോ. പക്ഷെ ആള് എഫ് അല്ല, ആ ആള് എ വന്നാലാണ് നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ എഫ് എനെയും കൂടെ ഞാനങ്ങ് കപ്പിൾസ് ആക്കി. അങ്ങനെയാണെങ്കിൽ എയുടെ കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? സി. എയുടെ കുട്ടിയാണ് സി, ഫീമെയിൽ ആണ്. അപ്പൊ ആ ആള് കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ് ജെ. അപ്പൊ ഞാൻ എടുത്ത ആൾക്കാരെ എന്ത് ചെയ്യാൻ പോവാണ്? അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ജെയ്ക്ക് ഒരു സൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജെയ്ക്ക് ഒരു സൺ ഉണ്ട്. ഇത് ഞാൻ, അതായത് ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ പോസിബിലിറ്റി എടുത്തതാണ്, അത് ഞാൻ വേറെ കളറിൽ കൊടുക്കാം. അതായത് ജെയിനെ എഫിനെയും കൂടെ ഞാൻ എന്ത് ചെയ്തേക്കാണ്? എഫിനെ എയും കൂടെ ഞാൻ എന്ത് ചെയ്തു? കപ്പിൾസ് ആക്കി. അവർ രണ്ടുപേരും ഫസ്റ്റ് ജനറേഷനിലുണ്ട്. നമുക്ക് 4 കപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കൂടെ ഞാൻ അങ്ങ് കപ്പിൾസ് ആക്കിയതാണ്. ഓക്കെ, അപ്പൊ എഫിന് ഒരു ഗ്രാൻഡ് സൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേണമെങ്കിൽ ബി വരാം. പിന്നെ അതേപോലെ തന്നെ ജിക്ക് ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇനി നമുക്കുള്ളത് ഇ ആണ്, ഇയും ഐയും ആണ് അല്ലെ. അപ്പൊ ഓൾറെഡി ജെയും സിയും ഇവിടെ വന്നു. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് എഫിന്റെ ഗ്രാൻഡ് സൺ വരണമെങ്കിൽ ഇവിടെ നമുക്ക് ബി കൊടുക്കാനല്ലേ പറ്റുള്ളൂ. വേറെ ഇപ്പൊ നിലവിൽ ആരും ഇല്ല. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടെ ബി കൊടുക്കാം. ഇത്രയും ഓക്കെ ആയി. ഇനി നോക്കിക്കേ, ഡിക്കും ജിക്കും ഒരു ഗ്രാൻഡ് സൺ ഉണ്ട് അല്ലെ. അത് വേണമെങ്കിൽ ഇയും ഐയും ആക്കാം എനിക്ക്. പിന്നെ വേണ്ട കെയ്ക്ക് ഒരു സിസ്റ്ററും ഉണ്ട്. വേണ്ട ബ്ലഡ് റിലേഷൻ കിട്ടി. ഇപ്പൊ തന്നെ 2, 4, 6, 7 പേരായി. ഇനി എനിക്ക് എക്സ്ട്രാ 4 പേരെയും കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ 4 കപ്പിൾസ് ഉണ്ടായിരിക്കണം. ഇവിടെ 1, 2, 3 കപ്പിൾസേ ആയിട്ടുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും ഇവിടെ ഒരു ഗ്രാൻഡ് സണോ അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ വരണം എന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡ് ജനറേഷനിൽ ഒരു പേരന്റ് ഉണ്ടായേ പറ്റുള്ളൂ. അതിൽ നോക്കിക്കേ, അതിലിപ്പോ ഞാൻ ഇ ഇവിടെ കൊടുക്കുവാണെങ്കിൽ ഇ എന്തായാലും ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ആളുടെ കുട്ടിയാണ് ഐ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കെയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. അതിനിയും കൊടുക്കാൻ ഇതല്ലാതെ വേറെ സ്ഥലം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് ഐ എടുത്താൽ ഇത് കെ വരും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, എച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? കല്യാണം കഴിച്ച ആളാണ്. അപ്പൊ എച്ചിനെ കൊടുക്കാൻ എനിക്ക് ഇത് മാത്രമേ സ്ഥലമുള്ളൂ. കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനാണെങ്കിൽ വേണ്ട ഇവിടെ എച്ച്. അങ്ങനാണെങ്കിൽ ഈ ആളുടെ ബ്രദർ എ വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഐ എന്തായി? ഫീമെയിൽ ആയി. ഇനി ജിക്ക് ഒരു ഡോട്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇ എ ഇവിടേക്ക് കൊടുത്തത്. അപ്പൊ ഇത്രയും ആൾക്കാരല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ബാക്കി എല്ലാരെയും ഞാനൊന്ന് എലിമിനേറ്റ് ചെയ്യാം. എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ടോട്ടൽ എത്ര പേഴ്സൺ ആയി? 2, 4, 6, 8, 10 പേഴ്സണെ 10 ആയി. പിന്നെ ഐക്കൊരു
കെയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കെ ബ്രദർ ആണ്, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഐ എന്തായി, സിസ്റ്റർ ആയി. വേണ്ട, ബ്ലഡ് റിലേഷൻ കിട്ടി. ഇനി ഇത് വെച്ചിട്ട് ബാക്കി നമ്മൾ സ്കിപ്പ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, ഡിയുടെയും ജിയുടെയും ജെൻഡർ നമുക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. അപ്പോ നമുക്കത് നോക്കാം. വേറെ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും കാണും, ജി ഇസ് മാരീഡ് ടു ഡി, സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. അപ്പൊ നമുക്ക് നോക്കാം അത്. വേണ്ട, ഒരു കാര്യമുണ്ട് കേട്ടോ, only one person sit between G and her only grandson. G and her only grandson എന്ന് പറഞ്ഞാൽ her only grandson എന്ന് പറയുമ്പോൾ ജിയുടെ ജെൻഡർ അപ്പൊ എന്തായി, ഫീമെയിൽ ആണ്. അപ്പൊ ജി ഫീമെയിൽ ആയി, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡി എന്തായി, മെയിൽ ആയി. ഇനി നമുക്ക് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം, എന്നിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് കടക്കാം. 1 person between G and her only grandson. ജിക്ക് ഒരേ ഒരു ഗ്രാൻഡ് സൺ മാത്രമാണുള്ളത്, കെ. അപ്പൊ ജിക്കും കെയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പ്. അപ്പൊ ഇവിടോട്ട് കണ്ടീഷൻസ് എഴുതാം, ജിക്കും കെയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പ്. അപ്പൊ ഇവിടുത്തെ കേസിൽ എനിക്ക് കെ ഇവിടെ കൊടുക്കാം, അല്ലെ? ഇവിടുത്തെ കേസിൽ ഞാൻ കെ ഇവിടെ കൊടുത്തു. ഇവിടെ വേണേലും കെ വരാം, ഇവിടെ വേണേലും കെ വരാം. ഞാൻ കൊടുത്തില്ല, അതവിടെ നിൽക്കട്ടെ. ഹെർ ഓൺലി ഗ്രാൻഡ് സൺ കെ ആണ്. 1 person between ജീസ് ഡോട്ടർ ആൻഡ് ജീസ് ഗ്രാൻഡ് സൺ. ജിയുടെ ഡോട്ടർ എന്ന് പറയുന്നത് ഇ ആണ്, ജിയുടെ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത് കെ ആണ്. അപ്പൊ ഇക്കും കെയ്ക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുത്തല്ലോ. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്ക്, കെ ഒരു ഗ്യാപ്പിൽ, ഇ ഇവിടെ, ഈ 2 ഗ്യാപ്പിൽ വന്നാൽ സി ഇവിടെ. ഈ രണ്ടാമത്തെ പോസിബിലിറ്റിയിലാണ് ഞാൻ ഡയറക്റ്റ് കൊടുത്തു പോകുന്നത്, മറ്റിടത്ത് കൊടുത്തില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ജി ഒരു ഗ്യാപ്പിൽ കെ കൊടുത്താൽ കെ ഒരു ഗ്യാപ്പിൽ ഇ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുത്തെ പോസിബിലിറ്റിയിൽ ജി ഒരു ഗ്യാപ്പിൽ കെ ഇവിടെ, കെ ഒരു ഗ്യാപ്പിൽ ഇ ഇവിടെ. ഇ ഇവിടെ വന്നാൽ 2 ഗ്യാപ്പിൽ സി ഇവിടെ, ഇയുടെ അടുത്ത് ബി വരണം, അത് ഇവിടെയും വരാം, ഇവിടെയും വരാം. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആസ് മെനി പേഴ്സൺ സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് ജെ. ജെയുടെ ലെഫ്റ്റിൽ എത്രയുണ്ടോ അത്രയും കെയുടെ റൈറ്റ്, കെയുടെ സിസ്റ്ററിന്റെ റൈറ്റിലുണ്ട്. കെയുടെ സിസ്റ്റർ എന്ന് പറയുന്നത് ഐ ആണ്. അപ്പൊ ഐയും ജെയും പേയേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ ജെ വന്നാൽ ഈ പോസിബിലിറ്റിയിൽ ഇവിടെ എനിക്ക് ഐ കൊടുക്കണം. ഇവിടുത്തെ പോസിബിലിറ്റിയിൽ ജെ ഇവിടെ വന്നാൽ വേണ്ട, ഐ ഇവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, അത് കെയുടെ സിസ്റ്റർ അല്ല. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി എലിമിനേറ്റഡ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ബി ഇസ് ദി ഗ്രാൻഡ് സൺ ഓഫ് എഫ് ഹു ഇസ് ദി ബ്രദർ ഇൻ ലോ ഓഫ് ഡി. അപ്പൊ എഫ് എന്ന് പറയുന്നത് ഡിയുടെ ബ്രദർ ഇൻ ലോ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തതോ കെ ഇസ് ദി ഒൺലി ഗ്രാൻഡ് സൺ ഓഫ് എ സിസ്റ്റർ ഇൻ ലോ. എയുടെ സിസ്റ്റർ ഇൻ ലോയുടെ ഒരേ ഒരു ഗ്രാൻഡ് സൺ ആണ് കെ എന്ന് പറയുന്നത്, അതും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ജി സിസ്റ്റർ ഇൻ ലോ, ആസ് മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ജെസ് ഫാദർ ഇൻ ലോ. ജെയുടെ ഫാദർ ഇൻ ലോ ആരാ, എഫ്. അതായത് എഫിനും പിന്നെ അതേപോലെ തന്നെ ജിയുടെ സിസ്റ്റർ ഇൻ ലോ എ ആണ്. എഫിനും എയ്ക്കും ഇടയിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാര് ജെയുടെ സണ്ണിനും ഡിയുടെ ബ്രദർ ഇൻ ലോയ്ക്കും ഇടയിലുണ്ട്. ജെയുടെ സൺ എന്ന് പറയുന്നത് ബിക്കും, അതേപോലെ തന്നെ ഡിയുടെ ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നത് എഫ്. അതായത് എഫ് നടുക്ക് വരണം എയുടെയും ബിയുടെയും, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ബി ഇവിടെ വന്നാൽ എനിക്ക് എഫ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ബി ഇവിടെ വന്നാൽ എ ഇവിടെ വരാം. അപ്പൊ എയും എഫും ബിയും എഫും അല്ലെ, അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ. വെയിറ്റ്, നമുക്ക് ഇയും ബിയും ആണ് അടുപ്പിച്ചു വരേണ്ടത്. ഇപ്പൊ ഇവിടെ 2, 4, 6, 8, 10, 11 പേഴ്സൺ. അപ്പൊ നോക്കിക്കേ, എഫിനും എയ്ക്കും ഇടയിൽ എത്രയുണ്ടോ അത്രയും ആൾക്കാര് എഫിനും ബിക്കും ഇടയിലുണ്ട് അല്ലെ. അപ്പോ ഇവിടെ ഞാൻ എഫ് കൊടുത്താൽ സെറ്റ് ആണല്ലോ. അതേണ്ട എഫ് ഞാൻ ഇവിടെ കൊടുത്താൽ, ഇവിടെ ബി കൊടുത്താൽ എഫിനും ബിക്കും ഇടയിൽ 1. അപ്പൊ പിന്നെ എ ഇവിടെ വരും, എഫിനും എയ്ക്കും ഇടയിൽ 1. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. കംപ്ലീറ്റ്ലി കിട്ടി. കണ്ടോ, ഈ ബ്ലഡ് റിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനകത്തില് ഇവിടെ വന്നിരിക്കുന്നത് ആദ്യം ബ്ലഡ് റിലേഷൻ കിട്ടിയിട്ടാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വന്നത്. കണ്ടോ, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ ഇതേപോലെ ക്ഷമയോടുകൂടി ഓരോ കണ്ടീഷൻസ് എടുത്തെഴുതി കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓരോ പോയിന്റും നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതേപോലെയുള്ള മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസും മെയിൻസ് ലെവൽ ടോപ്പിക്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റ്സും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.